ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 52. നമ്മൾ പവമാന പർവം എന്നതിലെ അധ്യായം 5 4-ാമത്തെ ഖണ്ഡമാണ് നോക്കുന്നത്. ഇതിലും ദേവത സോമം തന്നെയാണ്. സോമം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടാണ്. എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരു ശക്തി വിശേഷം അതിനെ പുതിയ വസ്തുവായിട്ട് മാറ്റി തീർക്കുന്നുണ്ട്. ആ ശക്തിക്കാണ് ഇന്ദ്രൻ. അപ്പോൾ ഇന്ദ്രന് കൊടുക്കുന്ന അല്ലെങ്കിൽ സിസ്റ്റത്തിന് കൊടുക്കുന്ന ആധുനിക മാനേജ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സിസ്റ്റത്തിന് കൊടുക്കുന്ന വസ്തുക്കളെയാണ് സോമം അല്ലെങ്കിൽ ഹവിസ് എന്നെല്ലാം പറയുന്നത്. അപ്പം നമുക്ക് 497 എന്താണ് പറയുന്നത് നോക്കാം. മിത്രനെ പോലെ ദർശനീയമായ സോമം. മിത്രം എന്ന് പറയുന്നത് നമ്മളെ സഹായിക്കുന്ന വ്യക്തികളാണ്. അങ്ങനെ ദർശനീയമായ സോമം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന വസ്തുക്കളാണ് ഭൂരിപക്ഷവും. നമ്മൾ ചോറെല്ലാം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അരി, വെള്ളം എല്ലാം കാണാൻ പറ്റുക. പക്ഷേ വായുവിനെ കാണാൻ പറ്റില്ല. എന്നാലും ഭൂരിപക്ഷവും കാണുന്നതാണ് സോമം. ആഗ്രഹങ്ങളെ സാധിപ്പിക്കാനായിട്ട്, നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് ശബ്ദത്തോടെ സൂര്യനോടുകൂടി ദ്വിലോകത്തിൽ പ്രവേശിക്കുന്നു. ഇവിടെ ഇത് കൃത്രിമ മഴ പെയ്യിക്കുന്ന സോമയാഗത്തിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ദ്വിലോകം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിക്ക് അപ്പുറമുള്ള ലോകം. അപ്പോൾ അന്തരീക്ഷത്തിലാണ് മേഘങ്ങളുള്ളത്. മേഘങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് മഴ പെയ്യുന്നത്. മഴ പെയ്യാത്ത അവസരം വരുമ്പോൾ അതിനെന്തോ ഒരു തടസ്സമുണ്ട്. ആ തടസ്സങ്ങളെ നീക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൂടിച്ചേരാനുള്ള അവസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യും? ചില നീരുകൾ എടുത്തിട്ട് പ്രത്യേക തരത്തിൽ പിഴിഞ്ഞിട്ട് അതിനെ അയനൈസ്ഡ് ഫോമിലാക്കിയിട്ട് അഗ്നിയിൽ അർപ്പിച്ചിട്ട് അത് ഉയരുമ്പോൾ ആ അയനൈസ്ഡ് അയോണുകൾ അവിടെ മേഘങ്ങളെ, വ്യത്യസ്ത ചാർജുള്ള മേഘങ്ങളെ കൂടിച്ചേരാൻ സഹായിക്കും. എന്നിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും. അപ്പം അങ്ങനെ ഉണ്ടാക്കുന്നത് അയനൈസ്ഡ് ഫോമാണ്. അയനൈസ്ഡ് ഫോം കൂടിച്ചേരുമ്പോൾ എന്തുണ്ടാകും? ശബ്ദത്തോടെ പ്രകാശിക്കും. നമ്മൾ ഇടിമിന്നലെല്ലാം കാണുന്നില്ലേ? അത് ശബ്ദത്തോടെയാണ്, ശബ്ദത്തോടു കൂടിയാണ് പ്രകാശിക്കുന്നത്. അവിടെ ഈ ചാർജുകൾ എപ്പോഴും കൂടിച്ചേരുമ്പോൾ അവിടെ ഒരു സ്പാർക്ക് ഉണ്ടാവും. അതാണ് ഇടിമിന്നലായിട്ട് നമ്മൾ അനുഭവപ്പെടുന്നത്. ചാർജുള്ള കണങ്ങൾ കൂടിച്ചേരുമ്പോൾ. അപ്പം നമ്മളിങ്ങനെ അയക്കുന്ന സോമങ്ങളും കൂടിച്ചേരുമ്പോൾ ശബ്ദം ഉണ്ടാകും. അതുകൊണ്ട് പാത്രത്തിൽ പൊട്ടൽ ചീറ്റലുമാതിരിയുള്ള ചെറിയ ശബ്ദങ്ങൾ കേൾക്കും. അപ്പം അയനൈസായി മാറ്റുമ്പോൾ ചില സമയത്ത് ചിലത് കൂടിച്ചേർന്ന് കഴിയും. അപ്പോഴാണ് പൊട്ടുന്ന സ്വഭാവമെല്ലാം ഉണ്ടാകും. അപ്പം ശബ്ദത്തോടെ പ്രകാശിക്കുകയും ചെയ്യും. മിന്നലായിട്ട് ആകാശത്തിൽ കാണും. ഈ 498. യജ്ഞം ചെയ്യുന്ന നമ്മൾ സോമത്തിൻ്റെ ശക്തിവിശേഷം മനസ്സിലാക്കി യാഗസമയത്ത് നിന്നെ പ്രണമിക്കുന്നു. യജ്ഞം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? സോമത്തിൻ്റെ ശക്തിവിശേഷത്തെ മനസ്സിലാക്കി. ഈ സോമത്തെ ആശ്രയിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നത്തിൻ്റെ കഴിവ്. സോമത്തിന് പല കഴിവുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ ആ പ്രത്യേകതരം ചെടിയുടെ നീരിനെ പ്രത്യേക തരത്തിൽ പിഴിഞ്ഞിട്ട് അഗ്നിയിൽ ഹോമിച്ചിട്ട് ആകാശത്തിൽ വിട്ടാൽ അതിന് മേഘങ്ങളെ വർഷിക്കാനുള്ള കഴിവ് പോലുമുണ്ട്. അതുകൊണ്ട് യജ്ഞം ചെയ്യുമ്പോൾ നമ്മൾ സോമത്തിൻ്റെ ആ ശക്തിവിശേഷം മനസ്സിലാക്കിയിട്ട് യാഗസമയത്ത് നിന്നെ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു. നിന്നെ നമ്മൾ പ്രശംസിക്കും. കാരണം നിനക്കതിനുള്ള കഴിവുണ്ട്. നിനക്ക് പോയിട്ട് മേഘങ്ങളെ മഴയായിട്ട് പെയ്യിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതിലൂടെ നീ എന്ത് തരും? സോമം ബലം തരും, ധനം തരും, സുഖം തരും എന്നിവ നൽകുന്നു. ശത്രുക്കളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കുന്നു. ഈ സോമത്തിന് പല കഴിവുകളുണ്ട്. ഭക്ഷണമായിട്ട് നമുക്ക് വരും. പുതിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളായിട്ട് മാറും. അതായത് മണ്ണ് എന്നുള്ള ആ മണ്ണ് ഉപയോഗിച്ചിട്ടാണല്ലോ ICL ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിൻ്റെ കഴിവിനനുസരിച്ചാണല്ലോ ഈ ഇലക്ട്രോണിക് സിസ്റ്റം എല്ലാം കിടക്കുന്നത്. അപ്പം എന്തെല്ലാമാണ് നമുക്കത് തരുന്നത്? ധനം നൽകും. അത് വിറ്റ് കഴിഞ്ഞാൽ ധനം നൽകും, സുഖം നൽകും. ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ബോംബ് ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ശത്രുക്കളത് ഇല്ലാതാക്കി തരും. ഇനി 499. കല്ലിൽ പിഴിഞ്ഞെടുത്ത സോമത്തെ കലശത്തിലാക്കുക.
കല്ലിലാണ് ആദ്യം സോമം സാധാരണ പിഴിഞ്ഞെടുക്കും, സത്തെടുക്കുക. അതായത് ഏത് വസ്തു ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ പ്യുവറസ്റ്റ് ഫോമിൽ എടുക്കണം. ചിലപ്പോൾ നമ്മൾ അരിയെല്ലാം പൊടിച്ചെടുക്കും, പൊടി രൂപത്തിലാക്കും. ചിലപ്പോൾ പിഴിഞ്ഞെടുക്കും, നീര് രൂപത്തിലാക്കും. എന്നിട്ടെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ആക്റ്റീവായിരിക്കും. ഇപ്പം മരുന്നെല്ലാം നല്ല പൊടി രൂപത്തിലാണ് അല്ലെങ്കിൽ ലിക്വിഡ് രൂപത്തിലാണ്, കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അല്ലാതെ കട്ട രൂപത്തിലല്ല മരുന്ന്. അപ്പോൾ അതെല്ലാം കല്ലിൽ പിഴിഞ്ഞെടുത്ത സോമം കലശത്തിലാക്കുക. കാരണം ഇന്ദ്രനം പാനം ചെയ്യുവാനായി പരിശുദ്ധമായിരിക്കണം. അപ്പം നമ്മൾ പൊടിക്കുമ്പോൾ തന്നെ ശുദ്ധതയോടെ എടുത്തിട്ട് പാത്രത്തിലാക്കണം. കാരണം ഇന്ദ്രനാണ് അത് കൊടുക്കുന്നത്, ഇന്ദ്രനാണ് അതിനെ പുതിയ വസ്തുവായി മാറ്റുന്നത്. അപ്പോൾ ഇന്ദ്രന് നല്ല ശുദ്ധമായിട്ട് തന്നെ കൊടുത്താലേ ഇന്ദ്രൻ ശുദ്ധമായിട്ട് നല്ല സാധനം ഉണ്ടാക്കി തരികയുള്ളൂ. അപ്പം നമ്മൾ പൊടിക്കും പിഴിഞ്ഞും എല്ലാം എടുക്കുമ്പോൾ നല്ല ശുദ്ധമായിട്ട് ഇന്ദ്രന് കൊടുക്കണം. ഏത് ഫാക്ടറിയിലും എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും എടുക്കുന്ന വസ്തുക്കൾ എന്താക്കും, ആദ്യം ഒന്ന് വൃത്തിയാക്കിയിട്ട്, ഇപ്പോൾ അരി പൊടിക്കുന്ന ഫാക്ടറി, അരി പൊടിച്ച് വിൽക്കുന്ന ഫാക്ടറി ആണെന്ന് വെച്ചോ, അരിയെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടല്ലേ പൊടിക്കുള്ളൂ. ഇനി 500 സോമത്താലാണ് ഇന്ദ്രൻ സന്തോഷവാനായി നമ്മുടെ പാപത്തെ അകറ്റുന്നത്. നമ്മുടെ പാപം എന്ന് പറഞ്ഞാൽ നമുക്ക് കഷ്ടപ്പാടാണ്. നമ്മുടെ കഷ്ടപ്പാടുണ്ടാകുമ്പോഴാണ് പാപികൾ എന്ന് പറയുന്നത്. വിശക്കുമ്പോൾ നമ്മൾ പാപികളാണ്, വിശപ്പ് തീരുമ്പോൾ നമ്മൾ പാപമെല്ലാം തീർന്നു. അപ്പോൾ ഇതിനെല്ലാം സഹായിക്കുന്ന നമ്മുടെ കഷ്ടപ്പാടെല്ലാം ദൂരീകരിക്കാൻ നമ്മൾ കർമ്മം ചെയ്യണം. കർമ്മം ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അതിന് വേണ്ട പരിഹാരം കിട്ടും. അത് കർമ്മം ചെയ്യേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കാണ് സോമം എന്ന് പറയുന്നത്. അപ്പോൾ പാപം ഓടിമറയും. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അതിന് പറ്റിയ വസ്തുക്കളെടുത്തിട്ട് യജ്ഞം ചെയ്തിട്ട് അതിനെ നമ്മൾ പരിഹരിക്കണം. നമുക്ക് കയ്യിൽ ഒരു മുറിവുണ്ടാകുമ്പോൾ അത് പാവമാണ്, അത് മാറ്റാൻ എന്ത് വേണം? അതിന് പറ്റിയുള്ള നീര് വല്ലതും ഉണ്ടെങ്കിൽ ഇലയെടുത്ത് പിഴിഞ്ഞ് നീര് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ സോമമാണ് നമ്മളെ രക്ഷിക്കുന്നത്, പാപമകറ്റുന്നത്. ഇനി 501 അല്ലയോ സോമമേ, നീ നിന്റെ ശക്തിയാൽ ധനത്തെ വർദ്ധിപ്പിച്ചാൽ. ഈ സോമം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ധർമ്മം ഉണ്ടാക്കുന്നത്. ചിലവർ ഹോട്ടൽ നടത്തിയിട്ട് ഈ അരിയും വെള്ളമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഹോട്ടൽ നടത്തിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി വിറ്റിട്ട് പുതിയ പുതിയ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് പണം ഇഷ്ടംമാതിരി ഉണ്ടാക്കും. അതുമാതിരി ഫാക്ടറികളെല്ലാം കൊടുക്കുന്ന വസ്തുവിനെ പുതിയ പുതിയ വിലയുള്ള വസ്തുക്കളായിട്ട് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ആയിട്ട് മാറ്റിയിട്ട് പണം ഉണ്ടാക്കുകയാണ്. കൂടാതെ നീ അന്നവും നൽകും, തിന്നേണ്ട സാധനവും നൽകും. അങ്ങനത്തെ സാധനം മാത്രമല്ല, ഇലക്ട്രോണിക്സോ റേഡിയോ ടി വി എന്ത് തരമുള്ള സാധനങ്ങളും ഇത്തരം വസ്തുക്കൾ പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കവറെല്ലാം ഉണ്ടാക്കി, മണ്ണ് ഉപയോഗിച്ചിട്ട് ഐസി ഉണ്ടാക്കി, ഇങ്ങനെ പല വസ്തുക്കളും സോമങ്ങൾ ഉപയോഗിച്ചിട്ട് ഇൻപുട്സ് എന്ന നിലയിൽ കാണാം. 502 പുരാതനവും നവീനവുമായ സോമം. സോമം പണ്ട് കാലത്തും ഇന്നും എല്ലാം നമ്മൾ പലതരം സോമം ഉപയോഗിക്കുന്നുണ്ട്. ഗമനശീലത്തോടും നവീന സ്ഥാനത്തെത്തി സൂര്യ തേജസ്സായി മാറുന്നു. അപ്പോൾ സൂര്യ തേജസ് എന്ന പോലെ പഴയ കാലത്തും പുതിയ കാലത്തും ഇന്ന് നമ്മൾ പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട്. പഴയ കാലത്തും അവർക്ക് പറ്റുന്ന തരത്തിലുള്ള വസ്തുക്കളായിട്ട് സോമത്തെ മാറ്റിയെടുത്തിട്ടുണ്ട്. കല്ലുകൊണ്ട് അന്ന് അവർ ഗുഹമാതിരി ഉണ്ടാക്കിയെടുക്കും. നമ്മളിപ്പം കല്ല് പൊട്ടിച്ച് കോൺക്രീറ്റ് പരുവത്തിലാക്കിയിട്ട് പൊടിച്ചിട്ട് സിമെൻറ്റും എല്ലാം ചേർത്തിട്ട് കോൺക്രീറ്റ് രൂപത്തിലുണ്ടാക്കും. അപ്പോൾ പഴയ കാലത്തും ഇന്നത്തെ കാലത്തും എല്ലാം പല വസ്തുക്കളും സോമങ്ങളും ഉപയോഗിച്ചിട്ട് നമ്മൾ പല രൂപത്തിൽ സൂര്യ തേജസ്സായിട്ട് അതിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി 503 ശോഭ കലർന്ന സോമം ശബ്ദിച്ചുകൊണ്ട് യാഗസ്ഥലത്തെ നിന്ന് സ്വസ്ഥാനത്തേക്ക് പ്രവഹിക്കും. ശോഭിച്ചു കലർന്ന ശോഭയുണ്ടാക്കുന്ന സോമം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി പിഴിഞ്ഞെടുക്കുമ്പോൾ അയനൈസ് ചെയ്യുന്ന സോമമാണ്. സോമയാഗത്തിൽ നീര് പിഴിഞ്ഞെടുക്കുമ്പോൾ അതെന്ത് ചെയ്യും? ശബ്ദമുണ്ടാക്കും. അത് ശബ്ദമുണ്ടാക്കുന്ന സോമമാണ് യാഗത്തിൽ, സോമയാഗത്തിൽ അത് ശബ്ദമുണ്ടാക്കും. അതിന് ശോഭയുണ്ട്. കൂടിച്ചേരുമ്പോൾ ഒരു ചെറിയ പ്രകാശമെല്ലാം ഇതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാകും. അല്ലെങ്കിൽ മേഘത്തിൽ ചെല്ലുമ്പോഴെങ്കിലും ഇടിമിന്നൽ രൂപത്തിൽ അത് പ്രകാശിക്കും. ഇനി 504 ആഗ്രഹങ്ങളെ സാധിക്കുന്ന സോമം ശോഭയുള്ളതാണ്. നല്ല ശോഭയുള്ള സോമം. ശോഭയുള്ള സോമം എന്നുള്ള പറയുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുമാതിരിയുള്ളതെല്ലാം എല്ലാ ഇൻപുട്സ് എല്ലാം സോമമാണല്ലോ.
അതെല്ലാം ശോഭയുള്ളതാണ്. അത് പല രൂപത്തിൽ ബൾബിലൂട്ടിയെല്ലാം പ്രകാശിക്കുന്നതെല്ലാം വൈദ്യുതിയും സോമം തന്നെയാണ്. അത് കൊടുക്കുമ്പോഴാണ് അത് പ്രകാശ രൂപത്തിലും കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളിലെല്ലാം വർക്ക് ചെയ്യുന്നത്, ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നത്. നമ്മുടെ പല ആഗ്രഹങ്ങളും ഇന്ന് അത്തരം സോമം ഉപയോഗിച്ചിട്ടാണ് പ്രകാശിക്കുന്ന തരത്തിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് തരത്തിലുള്ള സോമങ്ങളാണ് ഇന്ന് നമുക്ക് എന്ത് ചെയ്യുന്നത്. അത് ശോഭയുള്ളതാണ്, അത് വർഷത്തിൻ്റെ വ്രതം ഉള്ളതാണ്. വർഷത്തിൻ്റെ വ്രതം ഉള്ളതെന്ന് പറഞ്ഞാൽ വർഷകാലത്ത് ശോഭിക്കുന്ന ഒരു സോമം തന്നെയാണ് ഈ നീര് പിഴിഞ്ഞെടുത്തിട്ടുള്ള സോമയാഗത്തിൽ ഉപയോഗിക്കുന്നത്. അത് അയനൈസ്ഡാണ്. ആ അയനൈസ്ഡ് ആയത് വർഷകാലത്തിൽ, മഴക്കാലത്താണ് അതിനെ ഉപയോഗിക്കേണ്ടത്. മേഘമുള്ളപ്പോഴേ മഴ പെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. മഴ പെയ്യണമെങ്കിൽ ആകാശത്തിൽ മഴയുടെ മേഘങ്ങൾ ഉണ്ടാകണം. അത് വർഷകാലത്താണ് ഉണ്ടാകുക. ആ സമയത്ത് ഈ സോമം നമ്മൾ അയച്ചാൽ, സോമയാഗത്തിലൂടെ നീരെടുത്ത് പിഴിഞ്ഞിട്ട് അഗ്നിയിലൂടെ ഹോമിച്ചിട്ട് അയച്ചു കഴിഞ്ഞാൽ അത് മഴയായിട്ട് പെയ്യും. അത് ദേവന്മാർക്കും മനുഷ്യർക്കുമായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. ആ മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദേവതകൾക്കും, ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കൾക്കും, അത് ദേവതകൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും, ചെടികൾക്ക് വേണം മഴ, നമുക്ക് വേണം, എല്ലാവർക്കും ഗുണം ചെയ്യും. ഇനി 505 ഋത്തിക്കുകളാൽ ഉണ്ടാക്കപ്പെട്ട സോമം. ഋത്തിക്കുകൾ എന്ന് പറഞ്ഞാൽ ഈ സോമങ്ങൾ പലതരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നവരാണ്. ഋത്തിക്കുകളാൽ ഉണ്ടാക്കപ്പെട്ട സോമം ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിനായി പാത്രത്തിൽ വീണ് അന്നരൂപമായും ഗോരൂപമായും മാറുന്നു. അതായത് നമ്മൾ ശാസ്ത്രജ്ഞന്മാർ ഋത്തിക്കുകൾ എന്ന് പറഞ്ഞാൽ ഈ അന്നം ഉപയോഗിച്ചുകൊണ്ട് പലതരം ഭക്ഷണങ്ങൾ ഉണ്ടാക്കിത്തരും. ഗോക്കളെ ചിലവർ വൈദ്യുതി രൂപത്തിലും ഉണ്ടാക്കിത്തരും. പലതരത്തിൽ ഭക്ഷണത്തിനും ഈ സോമത്തെ ഉപയോഗിക്കും. ഗോക്കളെ രൂപത്തിൽ, ഗോക്കൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകൾ, വൈദ്യുതി രൂപത്തിലും നമ്മൾ സോമത്തെ ഉണ്ടാക്കിയെടുക്കും. ശാസ്ത്രജ്ഞന്മാർ ഇത് മാഗ്നറ്റിക് ഫ്ലക്സിനെ കോയിൽ കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവും? വൈദ്യുതി ഉണ്ടാകും. അവിടെ ഫ്ലക്സ് എന്ന് പറയുന്നത് പ്രകാശിക്കുന്ന സോമമാണ്, അല്ലെങ്കിൽ പ്രശോഭിക്കുന്ന സോമമാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. അതിൽ കോയിൽ തിരിക്കുമ്പോൾ അത് വൈദ്യുതി രൂപത്തിൽ മാറും. ഇനി 306 സോമം നമ്മുടെയും ദേവതകളുടെയും കാമനകളെ സാധിപ്പിക്കും. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും സോമം. നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭക്ഷണ രൂപത്തിലോ എന്ത് രൂപത്തിലായിട്ട് നമുക്ക് സോമം ഉപയോഗിച്ച് പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കിയ ദേവതകൾക്കും ആവശ്യമുണ്ട്. ദേവതകൾക്ക് ഇപ്പോൾ അരി എന്നത് ഒരു ദേവതയാണ്. അരിക്ക് സുന്ദരമായൊരു ചോറായി മാറണമെങ്കിൽ ആ സോമത്തെ ജലവും അഗ്നിയും, അത് രണ്ടും സോമം തന്നെയാണ്. ജലം ഉപയോഗിച്ചാൽ, സോമം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അരി എന്തായിത്തീരും? അല്ലെങ്കിൽ ഒരു വിത്ത് മുളക്കണം എന്ന് വെച്ചോളൂ. അതിന് ഏത് ദേവത വേണം? വെള്ളം വേണം. വെള്ളം സോമമാണ്. വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ദേവത അരി എന്നല്ല വിത്ത്, നെൽവിത്ത് വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ ആ ദേവതയുടെ സഹായത്താൽ ഇത് മുളച്ച് ചെടിയായിട്ട് വരും. ദേവതകൾ തന്നെ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും. അതിനായിക്കൊണ്ട് നമ്മളെന്ത് വേണം? പാത്രത്തിൽ ധാരധാരയായിട്ട് വീഴ്ത്തുക. അതിന് പാത്രം എന്ന് പറഞ്ഞാൽ എക്യുപ്മെൻറ്റ്സിൽ. ഇപ്പോൾ ഒരു ഗോതമ്പ് പൊടിക്കുന്ന മെഷീനാണെങ്കിൽ ആ മെഷീനാണ് പാത്രം. കണ്ടമാനം കൊണ്ട് ഗോതമ്പ് തള്ളിക്കൊടുത്തു കഴിഞ്ഞാൽ പൊടിയായി കിട്ടും, പാക്കറ്റാക്കിയിട്ട് വിൽക്കാം, ധനവും നേടാം. ഇനി 507 സുന്ദരക്രിയയാൽ പൂജിക്കപ്പെട്ട് ദേവന്മാർക്കായി ഉണ്ടാക്കുമ്പോൾ നീ ശബ്ദമുണ്ടാക്കുന്നു. സുന്ദരമായ ക്രിയയാൽ, പലതരം ക്രിയകളാൽ സോമം സംസ്കരിക്കുന്നത് പല രൂപത്തിലാണ്. നമ്മൾ ചോറ് വെക്കാൻ ഒരു രൂപമുണ്ട്, ചായ ഉണ്ടാക്കാൻ വേറൊരു തരത്തിലാണ്, റേഡിയോ ഉണ്ടാക്കാൻ വേറൊരു തരത്തിലാണ്, അങ്ങനെ പലതരത്തിൽ പൊടികൾ ഉണ്ടാക്കാൻ വേറൊരു രൂപമാണ്. അങ്ങനെ പല രൂപത്തിൽ ക്രിയകളാൽ പൂജിക്കപ്പെട്ട് ഈ സോമത്തെ നമ്മൾ ആശ്രയിച്ചിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് ശബ്ദമുണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ ശബ്ദം എവിടെയാണ് ഉണ്ടാക്കുന്നത്? എല്ലാ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ശബ്ദമുണ്ടാകും. ഗോതമ്പ് പൊടിക്കുന്നിടത്താണെങ്കിലും ശബ്ദമുണ്ടാകും, പാറ പൊടിക്കുന്നിടത്താണെങ്കിലും ശബ്ദമുണ്ട്. ഒരു യജ്ഞം നടക്കുമ്പോൾ അവിടെ ശബ്ദമുണ്ടാകും. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി
അയനൈസ്ഡ് രൂപത്തിലാക്കുമ്പോഴും ശബ്ദം ഉണ്ടാകും. ഇനി 508 വിശേഷ രീതിയിൽ ശോധന ചെയ്യപ്പെടുമ്പോൾ, അപ്പം ഈ സോമത്തെ നമ്മൾ പല രൂപത്തിലും സംസ്കരിച്ചെടുക്കാം. ശോധന ചെയ്യുമ്പോൾ സോമം ജലത്തിൽ നിന്നും അന്നത്തെ ഉണ്ടാക്കി മനുഷ്യരെ സഹായിക്കുന്നു. പലതരത്തിൽ നമുക്ക് അന്നം ഉണ്ടാക്കിയെടുക്കാം. സമൃദ്ധി ജലത്തിൽ നിന്നും അന്നത്തെ ഉണ്ടാക്കി മനുഷ്യരെ സാധിപ്പിക്കുന്നു. ഈ സോമം ഉപയോഗിച്ചിട്ട് ഇപ്പോൾ അരിയാണെങ്കിൽ അരി പൊടി രൂപത്തിൽ വെള്ളവുമായിട്ട് ചേർത്തിട്ട് നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കുന്നുണ്ട്? പല രൂപത്തിൽ സേവിക്കുന്നുണ്ട്. ദോശയായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, പുട്ട് രൂപത്തിലുണ്ടാക്കുന്നുണ്ട്, കുഴച്ച് അപ്പം മാരി ഉണ്ടാക്കുന്നുണ്ട്. ജലവുമായിട്ട് ചേർത്തുകൊണ്ട് സോമത്തെ വിവിധ രീതിയിൽ ശോധന ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യരെ സഹായിക്കുന്ന തരത്തിൽ അതിനെ മാറ്റിയെടുക്കുന്നുണ്ട്. പലതരം അന്നം ഉണ്ടാക്കിയിട്ട് നമ്മളെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി 509 ഈർപ്പം നനഞ്ഞ സോമത്തെ ധനത്തിനായി പാത്രത്തിൽ വീഴ്ത്തുന്നു. ഈർപ്പം നനച്ചിട്ട് സോമം പലപ്പോഴും നമ്മൾ വെള്ളവും ചേർത്തിട്ടാണ് പുതിയ പുതിയ വസ്തുക്കളായിട്ട്. ഇപ്പം അരി തന്നെ വെള്ളമില്ലാതെ നമുക്ക് ചോറാക്കാൻ പറ്റില്ല. അപ്പം ഈർപ്പം നനഞ്ഞ സോമത്തെ ധനത്തിനായി പാത്രത്തിൽ വീഴ്ത്തുന്നു. ഋഷികൾ അവയിലൂടെ ദേവയജ്ഞം നടത്തി. പണ്ട് കാലത്ത് ഋഷികളടക്കം ഈ സോമമെല്ലാം വെള്ളവും കൂടി ചേർത്തുകൊണ്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഇനി 510 സോമം ശത്രുക്കളെ നശിപ്പിക്കും, തടസ്സങ്ങളെ മാറ്റിത്തരും. ഉദാഹരണമായിട്ട് ഒരു ഇരുമ്പ് ഹാർഡാണ്, അതിനെ അടിച്ച് പരത്തണ്ടെങ്കിൽ അത് സമ്മതിക്കില്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി? സോമം എടുത്തിട്ട്, അതായത് ഗ്യാസ് എടുത്തിട്ട് കത്തിച്ചിട്ട് നല്ലോണം ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടിച്ചാൽ പരന്ന് കിട്ടും. അപ്പോൾ ആ ശത്രുതയില്ലാതാകും, തടസ്സമില്ലാതാകും. ഇത് ഇന്ദ്രന് ശക്തി നൽകുന്നു. എല്ലാ യജ്ഞങ്ങളും പൂർത്തീകരിക്കുന്ന ആരാണ്? ഇന്ദ്രനാണ്. അപ്പോൾ ഇന്ദ്രന് ശക്തി നൽകും. സോമം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രന് ശക്തി നൽകും. യജ്ഞം ചെയ്യാത്തവനെ ഇല്ലാതാക്കുന്നതും സോമം തന്നെയാണ്. ഒരു തൊഴിലും ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവനൊരു വസ്തുവിൻ്റെ ആവശ്യം. ജോലി ചെയ്യുന്നവർക്കാണ് സാധനം ആവശ്യമുണ്ട്. ഒരു വീട് കെട്ടുന്നുണ്ടെങ്കിൽ കല്ലും മണ്ണും എല്ലാം വേണം, സോമം വേണം. ഒരു ചോറുണ്ടാക്കണ്ടെങ്കിൽ സാധനം വേണം. ഒന്നും ചെയ്യാത്തവന് സോമത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ചുമ്മാ ഇരിക്കുന്നവന് യജ്ഞം ചെയ്യുന്നില്ല. യജ്ഞം ചെയ്യുമ്പോഴാണ് സോമത്തിൻ്റെ ആവശ്യം. ഒന്നും ചെയ്യാത്തവനെ നശിപ്പിക്കുന്നതും ആരാണ്? സോമമാണ്. ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സോമത്തെ ആശ്രയിക്കില്ല. സോമത്തെ ആശ്രയിച്ചില്ലെങ്കിൽ ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വിശപ്പുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല, അരിയും വെള്ളമൊന്നും എടുത്തിട്ട് പാകം ചെയ്യാൻ പറ്റില്ല എങ്കിൽ ഞാൻ ഇവിടെ കിടന്നിട്ട് വിശന്ന് ചാകുകയുള്ളൂ. ആരെ ആശ്രയിക്കാത്തത് കൊണ്ട്? ഈ സോമത്തെ, അരിയും വെള്ളത്തെയും അല്ലെങ്കിൽ യജ്ഞത്തെ ആശ്രയിക്കാത്തത് കൊണ്ട്. അപ്പോൾ സോമത്തിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ പലതരത്തിൽ പറഞ്ഞു പോകുന്നത്.